ഹലോ ഗുഡ് ഈവനിങ്. പിന്നെ നമ്മൾ നീൽസ് അക്കാഡമിയിൽ നോക്കാൻ പോകുന്നത് ലാബ് അസിസ്റ്റന്റില് കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ടോപ്പിക്സ് ആണ്. അപ്പൊ അതിൽ നീൽസ് അക്കാഡമിയിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പോർഷൻസിലേക്ക് പോകാം. ഞാൻ ഇന്ന് എടുക്കുന്നത് MLTന്റെ പോർഷൻ ആണ്. അതിലൊരു ചെറിയ ടോപ്പിക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്കിന്ന് നോക്കാം. ഇത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു സബ് ടോപ്പിക് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. 4ാമത്തെ ടോപ്പിക് ആണ് ഫസ്റ്റ് മൊഡ്യൂളിലെ MLTന്റെ പോർഷനിലാണ് വരുന്നത്. അപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതുതന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽസ് നിന്നും ഹെൽത്ത് കെയർ സെന്റേഴ്സ് നിന്നും അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റൽസിക്ക് മരുന്ന് സിറിഞ്ച് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ, അവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റിനെ നമ്മളൊരു ക്ലാസ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ക്ലാസ് ഓഫ് വേസ്റ്റിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വേസ്റ്റിൽ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റിൽ തന്നെ ഇൻഫെക്ഷ്യസും ഹസാർഡസും ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഏത് രീതിയിലുള്ളതാണ്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതും അതേപോലെ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ വേസ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യണം. എന്തായാലും ഈ ഒരു വേസ്റ്റ് എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, ഇവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഇൻഡസ്ട്രീസ് എന്തായാലും വർക്കിംഗ് ആണ്. അപ്പൊ ഇതിന്ന് ഉണ്ടാവുന്ന വേസ്റ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ ഡീകമ്പോസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ സിറിഞ്ച് എന്നുള്ള കാറ്റഗറിയിൽ അത് മാത്രമാണ് വരുന്നത്. പിന്നെ അതിന്റെ നീഡിൽസ് ഉണ്ടാവും, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും, അതല്ലാണ്ട് അനാട്ടമി വേസ്റ്റുകൾ കാര്യങ്ങൾ ഉണ്ടാവും, ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന ആ ഒരു ഇതിന്റെ ഉണ്ടാവും, അതേപോലെ യൂറിൻ സാമ്പിൾ, ഇങ്ങനെ എടുക്കുന്ന പല രീതിയിലുള്ള വേസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം ഓരോ വേസ്റ്റിന്. എന്നിട്ട് ഈ ഓരോ വേസ്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനെ സയന്റിഫിക്കലി ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാ വേസ്റ്റിനെയും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും ഡിഫറെന്റ് ക്ലാസ് ഓഫ് വേസ്റ്റിന് ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഹോസ്പിറ്റൽസ് നിന്നും ഹെൽത്ത് കെയർ സെന്റേഴ്സ് നിന്നും അതേപോലെ ഈ ഹോസ്പിറ്റൽസിലേക്ക് മരുന്ന് സിറിഞ്ച് നീഡിൽസ് ഇതൊക്കെ ഗ്ലാസ് വെയർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വേസ്റ്റ്, കെമിക്കൽസ്, ഇതിനെല്ലാം കൂടെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിന് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ സോളിഡ് വേസ്റ്റ് ഉണ്ടാവാം, ലിക്വിഡ് വേസ്റ്റ് ഉണ്ടാവാം. ഇത് രണ്ട് രീതിയിലും പോസിബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഫസ്റ്റ് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റണം. നിങ്ങൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ പ്ലാസ്റ്റിക് ഇടാനായിട്ട് വേറൊരു ബിൻ ഉണ്ടാവും, യൂസ് ചെയ്ത നീഡില് അവർ ഇടാൻ വേണ്ടിയിട്ട് വേറെ ബിൻ ഉണ്ടാവും. അതേപോലെ പല രീതിയിലുള്ള വേസ്റ്റ് ബിന്നുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യണം അവര്. കാരണം ഒരു രീതിയിലുള്ള വേസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അത്. ഇത് ഓരോന്നിനും ഓരോ കണ്ടീഷനും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നീഡിൽ ഇടുന്ന വേസ്റ്റിൽ ആ ഒരു വേസ്റ്റ് ബിന്നിൽ നമുക്ക് ഗ്ലാസ് വെയർസ് പൊട്ടിയതോ കാര്യങ്ങളൊന്നും ഇടാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മെറ്റൽസ് ഒന്നും അതിൻ്റെ അകത്ത് ഇടാനായിട്ട് പറ്റില്ല. അതേപോലെ അനാട്ടമിക്കൽ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഇടാനായിട്ട് പറ്റില്ല. അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഹോസ്പിറ്റൽസ് എന്നുള്ളത് ഒരുപാട് ഇൻഫെക്ഷൻസും അതേപോലെ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് വരുന്നത്. ഈവൻ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എന്തെങ്കിലും ബ്ലഡ് സാമ്പിൾ എടുത്തു അല്ലെങ്കിൽ യൂറിൻ സാമ്പിൾ എടുത്തു, ഈ രണ്ടെടുത്തിട്ടില്ല. ഇപ്പൊ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന നീഡിലാവട്ടെ ആ സാമ്പിൾ എടുക്കുന്ന ബോട്ടിലാവട്ടെ, ഇത് രണ്ടും ഹസാർഡസ് ആണ്. കാരണം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ അവർക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഹസാർഡസ് ആണ്, ഇൻഫെക്ഷ്യസ് ആണ്. അപ്പൊ അതേപോലെ പല രീതിയിലുള്ള വേസ്റ്റ് ആണ് ഈ ഹോസ്പിറ്റൽസിൽ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ലൈക്ക് ടിഷ്യൂസ്, ഓർഗൻ, ബോഡി പാർട്സ്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ബ്ലഡ് സ്റ്റെയിൻസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ് ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ അത് അനാട്ടമിക്കൽ വേസ്റ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ പോയി. പിന്നെ ആനിമൽസിന്റെ വേസ്റ്റ്, അതായത് വെറ്റിനറി ഹോസ്പിറ്റൽസിലൊക്കെ അവർക്ക് പഠിക്കാനും അതേപോലെ അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റിന് വരുന്ന ആ ഒരു സമയത്തും എല്ലാം ആനിമൽസിന്റെ വേസ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ കൾച്ചറിങ് കാര്യങ്ങള്, അപ്പൊ അതെല്ലാം നടത്തുമ്പോൾ മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഷാർപ്പ് ആയിട്ടുള്ള നീഡിൽസ്, സിറിഞ്ച്, സ്കാലപ്സ്, പിന്നെ ബ്രോക്കൺ ഗ്ലാസ്, ഇതെല്ലാം ഒരു കാറ്റഗറിയാണ്. പിന്നെ യൂസ് ചെയ്യാത്ത മെഡിസിൻസ്, സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ്, അതേപോലെ സോയിൽഡ് വേസ്റ്റ് സച്ചസ് ഡ്രസ്സിംഗ്, ബാൻഡേജ്, പ്ലാസ്റ്റർ, മെറ്റീരിയൽ കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് ട്യൂബ്, കത്തീറ്റേഴ്സ്, ഇതെല്ലാം വേറൊരു ക്ലാസ് ഓഫ് വേസ്റ്റ് ആണ്. ഇപ്പൊ ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലിക്വിഡ് വേസ്റ്റ്, ഇൻഫെക്റ്റഡ് ഏരിയാസിൽ നിന്നുള്ള ലിക്വിഡ് വേസ്റ്റ്, ഇൻസിനറേഷൻ ആഷും അതേപോലെ കെമിക്കൽ വേസ്റ്റും. അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് ഒരു റൂൾ ഉണ്ട്. നമുക്ക് ഓരോ കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കാറ്റഗറീസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാറ്റഗറി നമ്പർ 1 മുതൽ കാറ്റഗറി നമ്പർ 10 വരെ ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് വേസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നെയിം ഓഫ് വേസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പഠിക്കേണ്ടതാണ്. അതായത് കാറ്റഗറി നമ്പർ 1 എന്താ വന്നിട്ടുള്ളത്? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, അതിൽ എന്തൊക്കെ വേസ്റ്റ് ഉൾക്കൊള്ളുന്നുണ്ട്? നമ്മുടെ ബ്ലഡിന്റെ പ്രോഡക്ട്സ്, അതേപോലെ പ്ലാസെന്റ, റിമൂവഡ് ട്യൂമേഴ്സ്, സർജിക്കലി റിമൂവഡ് ബോഡി പാർട്സ്, എക്സ്ക്രീറ്റ, ഇതെല്ലാം വരുന്നത് കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റിലാണ് വരുന്നത്. ഇനി കാറ്റഗറി നമ്പർ 2 വരുന്നത് ഏതാണ്? ആനിമൽ വേസ്റ്റ് ആണ്. അതിൽ പ്രത്യേകിച്ച് ആനിമൽസിൽ നിന്നുള്ള എല്ലാ വേസ്റ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി കാറ്റഗറി നമ്പർ 3 വരുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജിക്കൽ വേസ്റ്റ്. അതിൽ എന്തൊക്കെയുണ്ട്? കൾച്ചർ മീഡിയ, പ്ലേറ്റ്സ്, വാക്സിൻ വേസ്റ്റ്, റിയേജന്റ് യൂസ്ഡ് ഇൻ മൈക്രോബയോളജിക്കൽ ലബോറട്ടറി സ്റ്റഡീസ്. ഈ ലാബിലൊക്കെ ബാക്ടീരിയാസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിൽസും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു പല രീതിയിലുള്ള പ്ലേറ്റ്സുകൾ യൂസ് ആക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നിക്കൽ വേസ്റ്റിലാണ്. അതിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാറ്റഗറി നമ്പർ 3 ഇനി കാറ്റഗറി നമ്പർ 4 ആണ്. കാറ്റഗറി നമ്പർ 4 ഏതാ വരുന്നത്? വേസ്റ്റ് ഷാർപ്പ് ആയിട്ടുള്ള നമ്മുടെ നീഡിൽസ്, സിറിഞ്ച്, സ്കാൽപ്പൽസ്, ഗ്ലാസ് ബിറ്റ്സ്, ബ്രോക്കൺ ആംപ്യൂൾസ്, ഇതെല്ലാമാണ് കാറ്റഗറി നമ്പർ 4 വരുന്നത്. ഇപ്പൊ നീഡിൽസ് എല്ലാം വരുന്നത് ഏതിലാണ്? കാറ്റഗറി നമ്പർ 4. ഇനി കാറ്റഗറി നമ്പർ 5 വരുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻസും സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സും, അതേപോലെ ഡിസ്കാർഡഡ് മെഡിസിൻസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, കാർട്ടൺസ് ഒക്കെയാണ് കാറ്റഗറി നമ്പർ 5 വരുന്നത്. കാറ്റഗറി നമ്പർ 6 വരുന്നത് സോയിൽഡ് കോട്ടൺ ഡ്രസ്സിങ്സ്, പ്ലാസ്റ്റേഴ്സ്, പിന്നെ ഗ്ലൗസ്, മാസ്ക്, ഈ ഒരു കാറ്റഗറീസിലുള്ളതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ 6 വരുന്നത്. ഈ 7 സോളിഡ് വേസ്റ്റ് ആണ്. അതായത് IV സെറ്റ്സും ട്യൂബ്സ്, കാത്തീറ്റേഴ്സ് ഒക്കെയാണ് കാറ്റഗറി നമ്പർ 7 വരുന്നത്. ഇനി കാറ്റഗറി നമ്പർ 8 ലിക്വിഡ് വേസ്റ്റ് ആണ്. അതായത് ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ, ഹൗസ് ഹോൾഡ് ഫിനൈൽ സൊല്യൂഷൻ ഒക്കെയാണ് കാറ്റഗറി നമ്പർ 8 വരുന്നത്. കാറ്റഗറി നമ്പർ 9 ഇൻസിനറേഷൻ ആഷ് ആണ് വരുന്നത്. പല കാര്യങ്ങളും നമ്മൾ കരിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ കരിച്ചു കളഞ്ഞതിന്റെ ബാക്കി വരുന്ന ആ ആഷിനെയാണ് ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി നമ്പർ 9 ഉൾപ്പെടുന്നത്. ഇനി കാറ്റഗറി നമ്പർ 10 കെമിക്കൽസ് യൂസ്ഡ്, അതായത് ബ്ലീച്ചിങ് പൗഡർ, DDT ഒക്കെയാണ് കാറ്റഗറി നമ്പർ 10 വരുന്നത്. അപ്പൊ ഇത്രയും കാറ്റഗറീസ് ഒന്ന് ഓർത്ത് വെക്കുക, കാറ്റഗറി 1 മുതൽ കാറ്റഗറി 10 വരെ. അപ്പൊ 1 ഏതാണ് വരുന്നത്? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 2 വരുന്നത് ആനിമൽ വേസ്റ്റ്. കാറ്റഗറി നമ്പർ 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നിക്കൽ വേസ്റ്റ്. കാറ്റഗറി നമ്പർ 4 ഈ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ. കാറ്റഗറി നമ്പർ 5 ഡിസ്കാർഡഡ് മെഡിസിൻസും സൈറ്റോടോക്സിക് ഡ്രഗ്സും. കാറ്റഗറി നമ്പർ 6 വരുന്നത് നമ്മുടെ ഈ കോട്ടൺ ഡ്രസ്സിങ്സ്, പിന്നെ ബാൻഡേജ് കാര്യങ്ങളൊക്കെയാണ്. കാറ്റഗറി നമ്പർ 7 വരുന്നത്
IV സെറ്റ്സും ട്യൂബിങ്സും കാത്തീറ്റേഴ്സും ഒക്കെയാണ്. കാറ്റഗറി നമ്പർ 8 ലിക്വിഡ് വേസ്റ്റ് ആണ്. അതായത് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ, ഹൗസ് ഹോൾഡ് ഫിനൈൽ സൊല്യൂഷൻ ഒക്കെ. കാറ്റഗറി നമ്പർ 9 വരുന്നത് ഇൻസിനറേഷൻ ആഷ്. കാറ്റഗറി നമ്പർ 10 വരുന്നത് ബ്ലീച്ചിങ് പൗഡർ, അതേപോലെ DDT ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി നമ്മളിപ്പോ വേസ്റ്റ് എന്താണ് എന്ന് പഠിച്ചു, അതിന് കാറ്റഗറീസും പഠിച്ചു. അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത്. ഇനി ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കളർ കോഡിംഗ് ആണ്. അതായത് ഓരോ വേസ്റ്റിനും ഇപ്പൊ കുറെ കാറ്റഗറീസ് പറഞ്ഞു, ആ ഓരോ കാറ്റഗറിയിലുള്ള വേസ്റ്റിനും ഓരോരോ കളർ ബാസ്ക്കറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ ബാസ്ക്കറ്റിൽ മാത്രമേ നമുക്ക് അതിനെ ഡംപ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കളർ കോഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതാ ഇവിടെ കാറ്റഗറീസ് കളർ കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ബാസ്ക്കറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ. യെല്ലോ കളർ, റെഡ് കളർ, വൈറ്റ് കളർ, ബ്ലൂ കളർ ബാസ്ക്കറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ടൈപ്പ് ഓഫ് കണ്ടെയ്നർ എങ്ങനെയായിരിക്കും? നോൺ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും യെല്ലോ കളറിൽ ഉണ്ടാവുന്നത്. ആ യെല്ലോ കളറിലുള്ള നമുക്ക് ഇടാൻ പറ്റുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ്, പിന്നെ മറ്റേ സോയിൽഡ് വേസ്റ്റ്, അതായത് നമ്മുടെ ബാൻഡേജ്, എന്താ പറയാ, പ്ലാസ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ എന്തെങ്കിലും ബോണിന് വല്ല ഫ്രാക്ചറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പ്ലാസ്റ്റർ, എക്സ്പയർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻസ്, കെമിക്കൽ വേസ്റ്റ്, മൈക്രോ ബയോടെക്നോളജിക്കൽ വേസ്റ്റ്, അതർ ക്ലിനിക്കൽ ലാബ് വേസ്റ്റ്, കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ് ഒക്കെയാണ് നമ്മൾ യെല്ലോ കളറിലുള്ള കണ്ടെയ്നറിൽ ഡംപ് ചെയ്യുന്നത്. അത് നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗുകളാണ്. ഇനി ട്രീറ്റ്മെന്റ് നമുക്ക് ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ഈ ഒരു ടേബിളിന്റെ കൂടെ തന്നെ ഈ ഒരു ടൈപ്പ് വേസ്റ്റിനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഇൻസിനറേഷൻ അല്ലെങ്കിൽ പ്ലാസ്മ പൈറോളിസിസ് അല്ലെങ്കിൽ ഡീപ്പ് ബറിയൽ ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പോ യെല്ലോ കളറിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ്, സോയിൽഡ് വേസ്റ്റ്, എക്സ്പയർഡ് അല്ലെങ്കിൽ ഡിസ്കാർഡഡ് മെഡിസിൻസ്, കെമിക്കൽ വേസ്റ്റ്, മൈക്രോബയോളജിക്കൽ അഥവാ ബയോടെക്നോളജിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ലാബ് വേസ്റ്റ്, കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ്. ഇത്ര എണ്ണാണ് യെല്ലോ കളർ ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റുന്നത്. ഇനി റെഡ് കളറിൽ നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സ് തന്നെയാണ്. അതിൽ വരുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. അതായത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പ്ലാസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്ലൂക്കോസ് ഒക്കെ ആ ഒരു കയറ്റുന്ന ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അതൊക്കെ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ട്യൂബിങ്സ്, ബോട്ടിൽസ്, ഇൻട്രാവീനസ് ട്യൂബ്, ആൻസെറ്റ്, കത്തീറ്റേഴ്സ്, യൂറിൻ ബാഗ്, സിറിഞ്ച് വിത്തൗട്ട് നീഡിൽസ് ആൻഡ് ഗ്ലൗസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും. റീസൈക്കിൾ ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയല്ല കേട്ടോ വരുന്നത്, വേറെ പല പ്രോഡക്ട്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റീസൈക്കിളബിൾ ആയിട്ടുള്ള വേസ്റ്റ് ആണ് നമ്മൾ റെഡ് കളർ വേസ്റ്റ് ബിന്നിൽ ഡംപ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോക്ലേവിംഗ് ചെയ്യും, മൈക്രോവേവിംഗ്, ഹൈഡ്രോക്ലേവിംഗ് ഒക്കെയാണ് ചെയ്യുന്നത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഓട്ടോക്ലേവിംഗും മൈക്രോവേവിംഗും ഒക്കെ ചെയ്താൽ തന്നെ അതിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോബ്സ് എല്ലാം നശിച്ചു പോകും. അപ്പൊ നമുക്ക് അതിനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ആക്കാനായിട്ട് പറ്റും. ഇപ്പൊ റെഡ് കളർ വേസ്റ്റ് ബിന്നിൽ ഉപയോഗിക്കുന്നത് റെഡ് കളർ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഏതൊക്കെ വേസ്റ്റ് ആണ് ഡംപ് ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് വേസ്റ്റ് ആയിട്ടുള്ള ട്യൂബിങ്സ്, ബോട്ടിൽസ്, ഇൻട്രാവീനസ് ട്യൂബ്, കത്തീറ്റേഴ്സ്, യൂറിൻ ബാഗ്, സിറിഞ്ച് വിത്തൗട്ട് നീഡിൽസ്, അതവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഗ്ലൗസ്. ഇത്രയാണ് നമ്മൾ റെഡ് കളർ ബാസ്ക്കറ്റിൽ ഡംപ് ചെയ്യുന്നത്. ഇനി വൈറ്റ് കളറിൽ ട്രാൻസ്ലൂസന്റ് ആണ്, പങ്ക്ചർ ആണ്, ലീക്ക് ടാമ്പർ പ്രൂഫ് കണ്ടെയ്നേഴ്സ് ആണ്. അത് ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു വൈറ്റ് കളർ ഡസ്റ്റ്ബിൻ. അതിൽ നമ്മൾ ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് യൂസ് ആക്കുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ, സിറിഞ്ച്, നീഡിൽസ്, സിറിഞ്ച് അല്ല നീഡിൽസ്, അതേപോലെ പിന്നെ വേറെ വരുന്നതാണ് പൊട്ടിപ്പോയിട്ടുള്ള ഗ്ലാസ് വെയേഴ്സ് കാര്യങ്ങളൊക്കെ. ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓട്ടോക്ലേവിംഗ് അഥവാ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഫോളോവർഡ് ബൈ ഷ്രെഡിങ് ഓർ മ്യൂട്ടിലേഷൻ ഓർ എൻകാപ്സുലേഷൻ. അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ഈ ഒരു വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ഇനി ബ്ലൂ കളറിലുള്ളത് കാർഡ്ബോർഡ് ബോക്സസ് വിത്ത് ബ്ലൂ കളേർഡ് മാർക്കിങ്സ് ആണ്. അതാണെങ്കിൽ ഗ്ലാസ് വെയേഴ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്. അതിനെ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യും, ഓട്ടോക്ലേവ് ചെയ്യും, മൈക്രോവേവ് ചെയ്യും, ഹൈഡ്രോക്ലേവിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ടേബിളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊക്കെ കളർ ബാസ്ക്കറ്റ് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്
ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ആണ് പറഞ്ഞത്. ഇപ്പൊ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ കളക്ട് ചെയ്യുന്നത്? വേസ്റ്റ് ബിൻസിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ പറഞ്ഞ പോലെ ഓരോരോ കണ്ടെയ്നേഴ്സ് എല്ലാ നഴ്സിംഗ് റൂംസിലും അതേപോലെ തന്നെ എല്ലാ വാർഡിലും കാര്യങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടാവും, OP റൂംസിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? അതിൽ മാത്രം ഡംപ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആ ഒരു കണ്ടെയ്നേഴ്സിൽ 100% കളക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എന്ത് ചെയ്യും? നമുക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഈ ഓരോ ബിൻസിലും ബാഗ്സിലും എന്തുണ്ടാവും? ദാറ്റ് ഹോൾഡ് ദ ബയോ ഹസാർഡ് സിംബൽ ആസ് ഷോൺ ഇൻ ഫിഗർ 4. ഇതാണ് ആ ബയോ ഹസാർഡ് സിംബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ചിലപ്പോൾ ചോദിക്കാം. സൈറ്റോടോക്സിക് ആണ് ഈ ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സൈറ്റോടോക്സിക് ആണ്. ഈ രണ്ടാമത് കാണുന്ന പിക്ചർ ബയോ ഹസാർഡ് ആണ് എന്നുള്ളതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഇമേജസ് ആണ് നമുക്ക് ഈ ഓരോ ബാസ്ക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു പിക്ചർ തന്നിട്ടും ചോദിക്കാം ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഫസ്റ്റ് പിക്ചർ തന്നിട്ട് അതിൽ സൈറ്റോടോക്സിക് ഉണ്ടാവാം, ബയോ ഹസാർഡ് ഉണ്ടാവാം, കെമിക്കൽ ഹസാർഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ മെറ്റൽ ടോക്സിക്, അങ്ങനെ പല രീതിയിലും തന്നിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം സൈറ്റോടോക്സിക്കിന്റെ സിംബൽ ആണ് ഇതെന്ന്. ഈ ഒരു സിംബൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ദിസ് സിംബൽ ഇൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് ജനറലി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്? വാർണിംഗ് ടു ടേക്ക് പ്രിക്കോഷൻസ് വൈൽ എക്സ്പോസിംഗ് ടു ദോ സബ്സ്റ്റൻസ്. ഇപ്പൊ നമുക്ക് അത് എന്തെങ്കിലും എടുത്ത് മാറ്റിയ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിംബൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അത് സൈറ്റോടോക്സിക് ആണ് അല്ലെങ്കിൽ ബയോഹസാർഡസ് ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള ആ ഒരു മുൻകൂട്ടിയുള്ള വാർണിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിംബൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് 8 to hours കഴിയുന്ന സമയത്ത്, അതായത് അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ 8 to 10 hours കഴിയുന്ന സമയത്ത് ഇത് റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് അപ്പോഴത്തേനും അതിൽ ഫിൽ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? അതിനെ അവിടുന്ന് വേറെ ഈ ഒരു എന്താ പറയാ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയൊരു വേസ്റ്റ് ബിന്നിലേക്കോ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ടാവണം. ആ ഒരു നഴ്സിംഗ് റൂമിൽ വെക്കുന്നതിനുള്ള ലിമിറ്റ് ആണ് 8 to 10 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യെല്ലോ കളർ ബാഗ്സിൽ കാറ്റഗറി 1, 2, 3, 6 ആണ് ഉണ്ടാവുന്നത്. വേസ്റ്റ് വിൽ ബി കളക്റ്റഡ്. അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും ഈ യെല്ലോ കളർ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റെഡ് ബാഗ്സ് എന്തിനായിരിക്കും? ഡിസിൻഫെക്റ്റഡ് കണ്ടെയ്നർ ആയിരിക്കും. അതിൽ കാറ്റഗറി നമ്പർ 3, 6, 7 ആണ് വരുന്നത്. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ട്രാൻസ്ലൂസന്റ് ബാഗ്സിൽ കാറ്റഗറി നമ്പർ 4ഉം 7ഉം ആണ് വരുന്നത്. അത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. ഒന്ന് നോക്കുക. ബാക്കിയെല്ലാം നോർമലി പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഡസ്റ്റ്ബിൻസ് ആണ്. ഇത് മാത്രമാണ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ. ഇനി നമ്മൾ വേസ്റ്റ് എല്ലാം ഡസ്റ്റ്ബിന്നിലാക്കി, എല്ലാം സെപ്പറേറ്റ് ചെയ്തു, സെഗ്രിഗേറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ആക്കി. ഇനി ഇത് ഹോസ്പിറ്റൽസിൽ നിന്ന് മാറ്റണം. അതിന് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ ട്രോളീസോ അല്ലെങ്കിൽ വീൽ ബാരോസോ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിന് എവിടേക്കാണോ ട്രീറ്റ്മെന്റിന്റെ പ്ലേസ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവുമല്ലോ. ആൾക്ക് അത്യാവശ്യത്തിൽ അധികം എന്തുണ്ടായിരിക്കണം? എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. അതായത് മാസ്ക് വെയർ ചെയ്തിട്ടുണ്ടാവണം, ഗ്ലൗസ് വെയർ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ഹാൻഡ്സ് ഇത് കൊണ്ട് എന്താ പറയാ ഡംപ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ്സ് എല്ലാം സാനിറ്റൈസ് ചെയ്ത് വൃത്തിയിൽ സൂക്ഷിക്കണം. കാരണം ഒരുപാട് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതും ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് മാത്രമാണ്. ഒരു 70% ആ ഒരു വേസ്റ്റ് മാത്രമാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും പ്രിക്കോഷൻസ് എടുത്ത ശേഷം മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ ഇതെന്തെങ്കിലും സ്പോയിലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റീരിയർ ഓഫ് ദ കണ്ടെയ്നർ ഷുഡ് ബി റിൻസ്ഡ് തറൗലി. അത് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻസും കെമിക്കൽസ് ഒക്കെ വെച്ച് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് അതായത്
അടുത്ത ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് എപ്പോഴും ഈ ഒരു വേസ്റ്റ് കൊണ്ടുപോകുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ അങ്ങനെ ഇടാനായിട്ട് പാടില്ല. അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നേ വേണം. പിന്നെ കണ്ടെയ്നേഴ്സ് പ്രോപ്പർ ആയിട്ട് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടെയ്നേഴ്സ് ഓപ്പൺ ആക്കി വെക്കാനോ കാര്യങ്ങളൊന്നും പാടില്ല. ഓരോ ബിൻ ആണെങ്കിലും ട്രോളീസ് ആണെങ്കിലും വീൽ ബാരോസ് ആണെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ട് എൻക്ലോസ് ചെയ്ത രീതിയിലായിരിക്കണം. പിന്നെ നമ്മൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പല രീതിയിലാണ്. ട്രോളീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മൾ ആ ഒരു സോഴ്സിൽ നിന്ന് മാറ്റുന്നത് ഈ ട്രോളീസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഒരുപാട് അക്യുമുലേറ്റ് ആവുന്നതിന് മുമ്പ് ആ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്ന് നമ്മൾ ട്രോളീസ് വഴി ഇതിനെ മാറ്റുന്നുണ്ട്. പിന്നെ വീൽ ബാരോസ് എന്താ? ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഇതിൽ പിക്ചർ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഞാൻ ഇതിന്റെ ലാസ്റ്റ് പിക്ചർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. വീൽ ബാരോസ് നമ്മൾ എന്തിനാണ് യൂസ് ആക്കുന്നത്? വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. അതായത് പോയിന്റ് സോഴ്സിൽ നിന്ന് കളക്ഷൻ സെന്റേഴ്സിലേക്ക് നമ്മൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീൽ ബാരോസ് ആണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് വീൽ ബാരോസ് ഉണ്ട്, കവേർഡ് ആയിട്ടുള്ളതും ഓപ്പൺ ആയിട്ടുള്ളതും. മെയിൻലി ഈ വീൽ ബാരോസ് സ്റ്റീലുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. 2 വീൽസ് ഉണ്ടാവും. ഓപ്പൺ ഡംപിങ് ഷുഡ് നോട്ട് ബി ഡൺ. അത് ചെയ്യാനായിട്ട് പാടില്ല. ഓൺലി പാക്കറ്റ് വേസ്റ്റ് മാത്രം. അതായത് പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടി നല്ല റാപ്പ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം ഇതിലേക്ക് വേസ്റ്റ് ഡംപ് ചെയ്യേണ്ടത്. കാരണം ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സീൽ ചെയ്തിട്ടായിരിക്കണം ഇതിലേക്ക് വേസ്റ്റ് ഡംപ് ചെയ്യേണ്ടത്. അത് അതിനുവേണ്ടി മാത്രമല്ല, നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ കൂടുതലും കൊറോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആവും ഉണ്ടാവുന്നത്. കെമിക്കൽസ് ആണല്ലോ. അപ്പൊ ആ കെമിക്കൽസ് കാരണം ഈ വീൽ ബാരോസിന് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ, അതായത് കൊറോഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ വേരിയസ് സൈസിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയണത് വീൽ ബാരോസ്. പിന്നെ ച്യൂട്സ്, അങ്ങനെ തന്നെ ആയിരിക്കും പ്രൊനൗൺസിയേഷൻ. ഞാൻ അങ്ങനെയാണ് പറയാറ്. ച്യൂട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റൽസിലൊക്കെ ഈസി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ച്യൂട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ച്യൂട്സ് എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. ഫോർമാൽഡിഹൈഡ് വേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഈ കൊണ്ടുപോകുന്ന ട്രോളീസും കാര്യങ്ങളും അതേപോലെ ഈ ച്യൂട്സ് ഒക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. അത് ഫോർമാൽഡിഹൈഡ് വേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. The linen that are contaminated with blood or other body fluids from each floor must be bundled in soiled linen or in plastic bag before expelling into the chute. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെയാണ്. നന്നായിട്ട് പ്ലാസ്റ്റിക് ബാഗിൽ റാപ്പ് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് എല്ലാം ഈ ഒരു ചൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. Alternatively, elevators with mechanical winches or electrical winches can be used to bring down waste containers from each floor. Chutes are essential to keep away from horizontal transport of waste, thereby diminishing the root of waste. ഇത് ലാസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് മനസ്സിലാവും. ഇത് ശരിക്കും ഒരു എലിവേറ്ററിന്റെ ആ ഒരു യൂസേജ് തന്നെയാണ് നമ്മുടെ ച്യൂട്സിനുള്ളത്. വേർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈസി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്. പിന്നെ ഡസ്റ്റ്ബിന്നിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പല രീതിയിലുള്ള ഡസ്റ്റ്ബിന്നും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഓരോ പോയിന്റ്സും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഇത്ര മിനിമം ഡസ്റ്റ്ബിൻസ് ഉണ്ടാവണം നമ്മൾ ഉറപ്പുവരുത്തണം. സബ്സിക്വന്റ് ആയിട്ട് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തു, അത് പിന്നെയും ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാതെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് പാടില്ല. പ്രോപ്പർ ആയിട്ട് അതിനെ ക്ലീൻ ചെയ്യണം. ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ ഡസ്റ്റ്ബിൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു. ഇനി എങ്ങനെ ഇതിന് ഡിസ്പോസ് ചെയ്യണം. നമുക്കിപ്പോ വേസ്റ്റ് എന്താന്ന് പറഞ്ഞു, വേസ്റ്റിനെ നമ്മൾ കളക്ട് ചെയ്തു, അതിനെ സെഗ്രിഗേറ്റ് ചെയ്തു, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ. ഇതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ആ ഡിസ്പോസ് ചെയ്യുന്നത് പല രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്, ഇൻഫെക്ഷ്യസ് ആണ്, ബയോ ഹസാർഡസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ബറി ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഒരു മണ്ണിന്റെ ഒരു കുഴിയെടുത്തിട്ട് നമുക്ക് അതിൽ ഇട്ട് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫെക്ഷ്യസ് ആണ്. അതായത് പലരും യൂസ് ചെയ്തിട്ടുള്ള, പല കണ്ടീഷനിലുള്ള ആൾക്കാരും യൂസ് ചെയ്തിട്ടുള്ള നീഡിൽസ്, കാര്യങ്ങള്, ഗ്ലൗസ്, മാസ്ക്, അതേപോലെ പല രീതിയിലും ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ആദ്യം പ്രോപ്പർ ആയിട്ട് ഇതിന് ട്രീറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് അതിന് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഫൈനൽ ഡിസ്പോസലിന് മുമ്പായിട്ട് നമ്മൾ അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്യണം. ഈ അനാറ്റമിക്കൽ വേസ്റ്റ് ഒക്കെ നമുക്ക് ഡീപ്പ് ബറിയൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. സിറിഞ്ചസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മൈന്യൂട്ട് ആയിട്ട് കട്ട് ചെയ്ത് അതിന് കെമിക്കലി ഡിസിൻഫെക്റ്റ് ചെയ്യണം. 1% ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ യൂസ് ചെയ്ത് അതിനെ കെമിക്കലി ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഷാർപ്പ് ആയിട്ടുള്ള പിറ്റിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഇനി ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യുക, ഓട്ടോക്ലേവ് ചെയ്യുക, അതിനെ ഷ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നൈസ് ആയിട്ടുള്ള, ഇപ്പൊ കത്തീറ്റേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ, കത്തീറ്റേഴ്സ്, ട്യൂബ്സ്, IV ട്യൂബ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനെ ആദ്യം ഓട്ടോക്ലേവ് ചെയ്യണം, എന്നിട്ട് ഷ്രെഡ് ചെയ്യണം, പിന്നെ അതിനെ റീസൈക്കിൾ ചെയ്ത് നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കൂടെ ഫൈനൽ ഡിസ്പോസൽ നമുക്ക് മുനിസിപ്പൽ ഡംപായിട്ട് ഡിസ്പോസ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ആണ് ഇൻസിനറേഷൻ. എന്താണ് ഇൻസിനറേഷൻ? ഇൻസിനറേറ്റർ നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്താണ്? ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് അതിനെ കരിക്കുക, അതിനെ ഫുൾ ആയിട്ട് മാസ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോസ്റ്റ് ഓഫ് ദ ഹസാർഡസ് ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്താ ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ഓർഗാനിക് ആൻഡ് കമ്പസ്റ്റബിൾ വേസ്റ്റ് ഇൻ ടു ഇൻഓർഗാനിക് ഇൻകമ്പസ്റ്റബിൾ മാനർ. മനസ്സിലായോ? ഓർഗാനിക് ആയിട്ട് കത്തിപ്പോകുന്ന, അതായത് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഇൻസിനറേറ്റ് ചെയ്ത ശേഷം മാത്രമേ അതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ ഇൻസിനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഓർഗാനിക് ആൻഡ് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഇൻഓർഗാനിക് ഇൻകമ്പസ്റ്റബിൾ വേസ്റ്റ് ആയിട്ട് മാറുന്നു. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് ആണ് കൊടുക്കുന്നത്. അതെന്ത് ചെയ്യും? വേസ്റ്റിന്റെ വോളിയത്തിനെ റെഡ്യൂസ് ചെയ്യും. വേസ്റ്റ് കനോട്ട് ബി റെഫ്യൂസ്ഡ്, റീസൈക്കിൾഡ് ഓർ പോസ് എ പ്രോബ്ലം ഓൺ ഡിസ്പോസിങ്. അതായത് ഈ വക കാര്യങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്തത്, റെഫ്യൂസ് ചെയ്യാൻ പറ്റാത്തത്, അതൊക്കെ വേസ്റ്റ് ഒക്കെ നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലാൻഡ്ഫിൽസ് ആർ ട്രീറ്റഡ് ബൈ ഇൻസിനറേഷൻ. അതായത് ഈ ഇൻസിനറേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തല്ലോ, വേസ്റ്റിനെ എത്രത്തോളം റെഡ്യൂസ് ചെയ്താലും അവിടെ എന്തുണ്ടാവും? അതിന്റെ ആഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആഷിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാൻഡ് ഫില്ല് ചെയ്യാൻ പറ്റും. ലാൻഡ് ഫില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പോസ്റ്റ് അല്ല, എന്താ പറയാ, ഒരു പിറ്റ് എടുത്തിട്ട് അതിന്റെ അകത്ത് ഡംപ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ഓഫ് വേസ്റ്റ് ദാറ്റ് കനോട്ട് ബി ഇൻസിനറേറ്റഡ് എന്ന് പറയുന്നത് കെമിക്കൽ വേസ്റ്റ്, വേസ്റ്റ് കണ്ടെയ്നിങ് ഹൈ മെർക്കുറി ഓർ കാഡ്മിയം. ഈ മെർക്കുറിയും കാഡ്മിയം ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്. അപ്പൊ മെറ്റൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടില്ല നമ്മുടെ തെർമോമീറ്റേഴ്സ്, പൊട്ടിയിട്ടുള്ളത്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻസിനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം തെർമോമീറ്ററിൽ എന്തിന്റെ കണ്ടന്റ് ഉണ്ട്? മെർക്കുറിന്റെ കണ്ടന്റ് ഉണ്ട്. സോ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് ബ്രോക്കൺ തെർമോമീറ്റേഴ്സ്, സെക്കൻഡ് ഹാൻഡ് ബാറ്ററീസ്, അതിൽ കാഡ്മിയത്തിന്റെ പ്രസൻസ് ഉണ്ടാവും, ലെഡ് ലൈൻഡ് വുഡൻ പാനൽസ്, സീൽഡ് ആംപ്യൂൾസ് കണ്ടെയ്നിങ് ഹെവി മെറ്റൽസ്, ഇതൊന്നും നമുക്ക് ഇൻസിനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ പിന്നെ പറ്റാത്തത് എന്താണ്? സിൽവർ സോൾട്ട്, പ്രഷറൈസ്ഡ് ഗ്യാസ് കണ്ടെയ്നേഴ്സ്, ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് വേസ്റ്റ്, ഹാലോജനേറ്റഡ് പ്ലാസ്റ്റിക് സച്ചസ് PVCs ഒന്നും നമുക്ക് ഇൻസിനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതെല്ലാം നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു കെമിക്കൽ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിൽ നല്ലത് ഇൻസിനറേറ്റ് ചെയ്യാതിരിക്കുകയാണ്. അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പുള്ള ട്രീറ്റ്മെന്റിലുള്ള ഒരു മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഈ ഒരു ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഇൻസിനറേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് വേസ്റ്റിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇൻസിനറേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേസ്റ്റിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു ഗുഡ് ഡിസ്ഇൻഫെക്ഷൻ കോമ്പിറ്റൻസും കൂടെയാണ്. നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ആ ടെമ്പറേച്ചറിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരുപാട് മൈക്രോബ്സ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം അവിടെ നശിച്ചു പോകുന്നുണ്ട്. ലാൻഡ് ഫില്ലിലെ സ്പേസ്, വേസ്റ്റിന്റെ ആ ഒരു മാസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ ചെയ്യാനായിട്ട് സാധിക്കും? ലാൻഡ് ഫില്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പേസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ആഷ് ജനറേറ്റ് ചെയ്യുന്നതിന് ഈസി ആയിട്ടും സേഫ് ആയിട്ടും ലാൻഡ് ഫിൽസിൽ ഡിസ്പോസ് ചെയ്യാനായിട്ടും പറ്റും. മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഒരു ഇൻസിനറേറ്ററിന്റെ വില വളരെ അധികമാണ്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്.
എനർജി ഇന്റൻസീവ് പ്രോസസ്സും കൂടെയാണ്. അതേപോലെ ഇൻസിനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കത്തിക്കാനല്ലോ, ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹൈ ടെമ്പറേച്ചറിൽ കത്തിക്കുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്സ് ഒക്കെ പുറത്തേക്ക് എലിമിനേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫറിക് പൊല്യൂഷന് കാരണമാകുന്നു. ദ നീഡ് ഫോർ സൈക്ലിക് റിമൂവൽ ഓഫ് സ്ലാഗ് ആൻഡ് ഡേർട്ട്, അതൊരു എന്താ പറയാ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻസിനറേറ്ററിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഓട്ടോക്ലേവിംഗ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു രീതിയിലുള്ള ടെമ്പറേച്ചർ കൊടുത്ത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മെയിൻ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഫോക്കസ് എന്താണ്, മെക്കാനിസം ഡിസിൻഫെക്ഷൻ ആണ്. ഈ ഒരു 3 രീതിയിലാണ് ഇതിന് ചെയ്യുന്നത്. റെസിഡൻസ് ടൈം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഓട്ടോക്ലേവ് റെസിഡൻസ് ടൈം 60 മിനിറ്റിന് താഴെ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ്, പ്രഷർ എന്ന് പറയുന്നത് 15 pounds per square inch ആണ്. ഇത്രയുമാണ് അവിടുത്തെ കണ്ടീഷൻ. ഇഫ് റെസിഡൻസ് ടൈം നോട്ട് ലെസ് ദാൻ 60 മിനിറ്റ്സ്, അതായത് 60 മിനിറ്റിലെ കൂടുതലാണ് റെസിഡൻസ് ടൈം എങ്കിൽ അവിടെ വേണ്ടുന്ന ടെമ്പറേച്ചർ 121 ഡിഗ്രി സെൽഷ്യസും പ്രഷർ എന്ന് പറയുന്നത് 15 pounds per square inch ആണ്. ഇനി രണ്ടാമത്തെ ഇതിൽ എന്താ, ഓട്ടോക്ലേവ് ടൈം റെസിഡൻസ് ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്സിൽ താഴെയാണ്, പക്ഷെ 45 മിനിറ്റ്സിന് മുകളിലാണെങ്കിൽ, ഇൻ ബിറ്റ്വീൻ 45 and 60 ആണെങ്കിൽ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 135 ഡിഗ്രി സെൽഷ്യസ് വിത്ത് പ്രഷർ 31 pounds per square inch. അതാണ് അവിടെ വരുന്ന ഒരു കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ, ഓട്ടോക്ലേവ് റെസിഡൻസ് ടൈം ഈസ് നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സിൽ കുറവല്ല, അപ്പൊ 30 ഇൻ ബിറ്റ്വീൻ 30 and 45 മിനിറ്റ്സ് ആണ്. ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 149 ഡിഗ്രി സെൽഷ്യസ് വിത്ത് പ്രഷർ 52 pounds per square inch ആണ് വരുന്നത്. ഇനി നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 കണ്ടീഷൻസിലൂടെയും ബയോമെഡിക്കൽ വേസ്റ്റ് പോകുന്നുണ്ട്. ഫസ്റ്റ് ആദ്യത്തെയിലൂടെ, സെക്കൻഡ് വൺ രണ്ടാമത്തെ, പിന്നെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. Whereas in vacuum autoclave, the biomedical waste is first subjected to one pre-vacuum autoclave. പക്ഷെങ്കിൽ വാക്വം ഓട്ടോക്ലേവിലാണെങ്കിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ആദ്യം എവിടേക്ക് പോകണം, പ്രീ വാക്വം ഓട്ടോക്ലേവിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് അത് പോകുന്നത്, ഡിസിൻഫെക്ഷൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതില് കുറച്ച് ബാക്ടീരിയാസ് അല്ല, നമ്മള് ഇതിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ ഒരു ഓട്ടോക്ലേവിൽ പാസ് ചെയ്തു, നമുക്കറിയില്ല അവിടെ അത്ര ടെമ്പറേച്ചർ മതിയോ ഇല്ലേന്ന്. ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്ര ടെമ്പറേച്ചർ ആയോ ഇല്ലേന്ന് നമ്മൾ എങ്ങനെ അറിയാ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു ഓട്ടോക്ലേവിന്റെ അകത്തുണ്ട്. അതാണ് ബാസില്ലസ് ടിയറ തെർമോഫിലസ് സ്പോർ അഥവാ സ്പോർ സ്ട്രിപ്സ് ഉണ്ട്. ഈ സ്പോർ സ്ട്രിപ്സ് ഈ ഒരു ഓട്ടോക്ലേവിൽ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് യൂസ് ആക്കുന്നത്. അതായത് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 30 മിനിറ്റ്സിലാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ലെസ് ദാൻ 120 ഓർ പ്രഷർ മസ്റ്റ് ബി 15 pounds വേണം വരാനായിട്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും, അതിന്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യും. എന്ത് ചെയ്യാനാണ്, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോർ സ്ട്രിപ്സ് അതിന്റെ കളറ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ നമുക്ക് ഒരു സ്ട്രിപ്പിലധികം നമുക്ക് യൂസ് ആക്കേണ്ട വരുന്നുണ്ട്. ഇതാണ് മെയിൻലി ഓട്ടോക്ലേവിംഗിൽ സംഭവിക്കുന്നത്. 3 പ്രാവശ്യം ഇത്രയും ടെമ്പറേച്ചറിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിലുള്ള മൈക്രോബിയൽ ഓർഗാനിസംസ് എല്ലാം നശിച്ചു പോകും. അതാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ബയോമെഡിക്കൽ ലിക്വിഡ് വേസ്റ്റ്. എന്താ ബയോമെഡിക്കൽ ലിക്വിഡ് വേസ്റ്റ്, നമ്മൾ ഡിസ്പോസലിന് മുമ്പായിട്ട് അതിനെ ലിക്വിഡ് ഫോമിലാക്കി മാറ്റുന്നത്, എന്നിട്ട് അതിനെ നമ്മൾ സീവേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പാത്തോളജിക്കൽ സീവേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ പമ്പ് ചെയ്ത് വിടുന്നു. അതാണ് ബയോമെഡിക്കൽ ലിക്വിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇത് ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സീവേജിലേക്ക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പമ്പ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല, അതിന് ട്രീറ്റ് ചെയ്യണം. പാത്തോളജിക്കൽ വേസ്റ്റ് ആഫ്റ്റർ ബീയിങ് ട്രീറ്റഡ് വിത്ത് കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ആർ ഫ്ലഷ്ഡ് ഇൻ ടു ദ സീവേജ്. പാത്തോളജിക്കൽ വേസ്റ്റ് എന്ത് ചെയ്യണം, കെമിക്കൽ ഡിസിൻഫെക്ടന്റ് യൂസ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ ഒരു സീവേജിലേക്ക്
ഫ്ലഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് മെയിൻലി അതിൽ പറയുന്നത്. ഇത് സ്കിൽഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സും ആണ്. അതേപോലെ തന്നെ കാരണം ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഉള്ള ഒരാൾക്ക് പോയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി മൈക്രോവേവ് ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. എന്തായിരിക്കും മൈക്രോവേവ്? മൈക്രോവേവ് ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എത്രയായിരിക്കണം? 2450 മെഗാഹെർട്സ് ഫ്രീക്വൻസിയും അതേപോലെ 12.24 സെന്റിമീറ്ററിലുള്ള വേവ് ലെങ്തിലുള്ള മൈക്രോവേവ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നു, അതല്ലെങ്കിൽ അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നു. ഇൻഫെക്ഷ്യസ് കണ്ടാമിനൻസ് ഇൻ വാട്ടർ വിത്ത് ബയോമെഡിക്കൽ വേസ്റ്റ് ആർ ഡിസ്ട്രോയ്ഡ് ബൈ ഹീറ്റ് കണ്ടക്ഷൻ. ഈ ഒരു മൈക്രോവേവ് ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മൾ വാട്ടർ കണ്ടാമിനൻസിനെയൊക്കെ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് വാട്ടർ കണ്ടാമിനൻസിനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഹീറ്റ് കണ്ടക്ഷന് ശേഷം നമ്മൾ when it is rapidly heated by microwaves. By bacteriological and biological test, the efficiency of microwave disinfection was ensured regularly. നമ്മൾ മൈക്രോവേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേസ്റ്റിൽ അതിനുള്ള സാധ്യത ഇല്ല. ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് രാവിലെ ചെക്ക് ചെയ്തു, ഇന്ന് ഒരിക്കലും അതിൽ മൈക്രോ ഓർഗാനിസംസേ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് റെഗുലർ ആയിട്ട് ഒരു ഇന്റർവെല്ലിൽ നമ്മൾ അത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 97 to 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം ഈ ഒരു ചേമ്പറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ബൈ മൈക്രോവേവിംഗ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ സോഴ്സ് ഇറ്റ്സെൽഫ്. നോ ഷ്രെഡിങ് ഈസ് റിക്വയർഡ്. ഷ്രെഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. അത് നമ്മൾ എന്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻസിനറേറ്ററിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻസിനറേറ്ററിലും അവിടെ ഓൾറെഡി ആഷ് ആയിട്ടാണ് വരുന്നത്. മൈക്രോവേവിലാണെങ്കിലും ഷ്രെഡിങ്ങിന്റെ ആവശ്യം അവിടെ ഇല്ല. അതായത് നമ്മൾ മോസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ഓർഗൻസ്, അതേപോലെ ആനിമൽസിന്റെ വേസ്റ്റ്, മെറ്റൽ ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു മൈക്രോവേവ് ട്രീറ്റ്മെന്റ് വഴിയാണ് കേട്ടോ. ബാക്കിയുള്ള ഓട്ടോക്ലേവിലാണെങ്കിലും ഇൻസിനറേഷനിലാണെങ്കിലും ഇതൊന്നും പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് മൈക്രോവേവ് ട്രീറ്റ്മെന്റ് വഴിയാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വെയിറ്റ് ഷ്രിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, അതായത് ചുരുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇൻസിനറേറ്ററിനെ പോലെ തന്നെ മൈക്രോവേവിംഗ് എന്ന് പറയുന്നത് ഒരു ഹൈ കോസ്റ്റിലുള്ള ഒരു ടെക്നിക്കാണ്. എക്കോ ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി അല്ല, എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. പക്ഷെ ഇവിടെ മൈക്രോവേവ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലിയും കൂടെയാണ്. അതേപോലെ മെയിൻ്റനൻസ് പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു കാര്യം. ഡീപ്പ് ബറിയൽ എന്താന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2 മീറ്ററിൽ ഒരു പിറ്റ് എടുത്തിട്ട് അതിൽ ഹാഫ് ആയിട്ട് വേസ്റ്റ് ഫില്ല് ചെയ്യുക, ബാക്കി 50 സെന്റിമീറ്ററിൽ സോയിൽ ഫില്ല് ചെയ്യണം. ഇത് എന്നിട്ട് എന്ത് യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്യേണ്ടത്? ഗാൽവനൈസ്ഡ് അയണോ അല്ലെങ്കിൽ വയർ മെഷസോ യൂസ് ചെയ്തിട്ട് ഈ ഒരു പിറ്റിനെ കവർ ചെയ്യും കൂടെ വേണം. വെറുതെ മണ്ണിട്ട് മൂടിയാൽ പോരാ. അതാണ് ഡീപ്പ് ബറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ അവിടെ ബറി ചെയ്തു എന്ന് വിചാരിക്കാം. ഡീപ്പ് ബറിയൽ നടത്തി ഇതിനെയൊക്കെ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഡംപ് ചെയ്തു. ഇതിനെ അയൺ കവർ ചെയ്തിട്ടില്ല, ഗാൽവനൈസ്ഡ് അയൺ കൊണ്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മഴ പെയ്യുന്ന സമയത്ത് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്, അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക്. അപ്പൊ ആ ഇറങ്ങുന്നതിന്റെ കൂടെ ഈ കെമിക്കൽസിലുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളും എല്ലാം ആ ഒരു വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. അപ്പൊ ഇംപെർമിയബിൾ ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ദ സൈറ്റ് സെലക്ടഡ് ഷുഡ് നോട്ട് ബി എ ഫ്ലഡിംഗ് ഓർ ഇറോഡിംഗ് സോൺ ആൻഡ് ഷുഡ് ബി പ്രൂവഡ് ബൈ ദി അതോറിറ്റി. കാരണം ഫ്ലഡ് വരുന്ന ഒരു സ്ഥലം ആവരുത്. കാരണം ഫ്ലഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് 2 മീറ്റേഴ്സിലല്ല, അതിന്റെ താഴത്ത് പോയിട്ടാണെങ്കിലും അവിടുത്തെ സോയിൽ മൊത്തം ഇളക്കി ഇതാക്കിയിട്ടാണ് നമ്മുടെ ഫ്ലഡ് വരുന്നത്. അപ്പൊ അത് ഒട്ടും സേഫ് അല്ല. ഇതിങ്ങനെ ഫ്ലഡ് വന്നതിന് ശേഷം ഇതിപ്പോ എന്താ പറയാ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടുള്ള ഹാംഫുൾ
കാര്യങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹയർ അതോറിറ്റീന്റെ പെർമിഷനോടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് വേണം ഡീപ്പ് ബറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇനേർഷ്യൈസേഷൻ ആണ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയാ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിഫോർ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എസിമിലേഷൻ ഓഫ് വേസ്റ്റ് വിത്ത് സിമെന്റ്, അതായത് സിമെന്റുമായിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണം. ടോക്സിക് ആയിട്ടുള്ള ആ ഒരു ടോക്സിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ടിപ്പിക്കൽ പെർസെൻറ്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. 65% ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റും 15% സിമെന്റും 5% വാട്ടറുമാണ് മിക്സ്ചർ. ഈ ഒരു ഹോമോജീനിയസ് മാസിനെ നമ്മൾ ഈസ് ക്രിയേറ്റഡ് ആൻഡ് homogeneous mass is created and cubes or pellets are produced and then stored. This process is economical and suitable for infectious waste. ഇത് നല്ലൊരു മെത്തേഡാണ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് കോസ്റ്റ് ഹൈലി കോസ്റ്റ് ആണ്. ഇത് കുറച്ചും കൂടെ എക്കണോമിക് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ഇനർഷ്യൈസേഷൻ എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ്. ഇവിടെ നോക്കുക, ഇവിടെ താഴത്തെ ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു ടേബിളിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഡിസ്കസ് ചെയ്തത് കാറ്റഗറി നമ്പർ 1 ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബറിയൽ ചെയ്യുന്നു. ഇൻസിനറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡീപ്പ് ബറിയൽ ചെയ്യുന്നു. അതായിരിക്കും നല്ലത്. കാറ്റഗറി നമ്പർ 2ഉം സെയിം തന്നെയാണ്. ഇൻസിനറേഷൻ ചെയ്തതിന് ശേഷം ഡീപ്പ് ബറിയൽ ചെയ്യുന്നു. കാറ്റഗറി നമ്പർ 3 എന്ന് പറയുന്നത് ലോക്കൽ ഓട്ടോക്ലേവിങ്ങും മൈക്രോവേവിംഗ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ. കാറ്റഗറി നമ്പർ 4ല് ഡിസിൻഫെക്റ്റിംഗ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഷ്രെഡിംഗ് ഒക്കെയാണ് വരുന്നത്. കാറ്റഗറി നമ്പർ 5ല് ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫിൽസ്. കാറ്റഗറി നമ്പർ 6ല് ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്. കാറ്റഗറി നമ്പർ 7ല് വരുന്നത് ഡിസിൻഫെക്ഷൻ ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. കാറ്റഗറി നമ്പർ 8ല് സെയിം തന്നെയാണ്. കാറ്റഗറി നമ്പർ 9ല് ഡിസ്പോസൽ ഇൻ മുനിസിപ്പൽ ലാൻഡ്ഫില്ല്. കാറ്റഗറി നമ്പർ 10ല് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് റിലീസ് ഇൻ ടു ഡ്രെയിൻസ് ഫോർ ലിക്വിഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ലാൻഡ്ഫിൽ ഫോർ സോളിഡ്സ്. ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊക്കെ കാറ്റഗറീസിൽ ഏതൊക്കെ ടൈപ്പ് വേസ്റ്റ് ആണ് വരുന്നത്, അതിന് യൂസ് ചെയ്യുന്ന കളർ കോഡ്സ് ഏതൊക്കെയാണ്. ഇത് രണ്ടെണ്ണമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കോഡിങ് എന്തായാലും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ 2 പിക്ചേഴ്സ് ആണ് കാണാനുള്ളത്, ചൂട്ട്സിന്റെയും അതേപോലെ തന്നെ ട്രോളീസിന്റെ ആണോ, വീൽ ബാരോസിന്റെ. ട്രോളീസ് എന്താണ് അറിയാം, വീൽ ബാരോസും അതേപോലെ ചൂട്ട്സിന്റെയും കൂടെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ചൂട്ട്സ് വരുന്നതാണിത്. ഇതാണ് നമ്മുടെ വീൽ ബാരോസ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് വീൽ ബാരോസ് ആണ്, 2 വീലുള്ള അത്. അതേപോലെ ഇതാണ് നമ്മുടെ ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്രാഷ് കോഴ്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്രാഷ് കോഴ്സ് ആണെങ്കിൽ കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ MLTയിലെ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയി. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വായിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. മാക്സിമം എല്ലാ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ വായിക്കാൻ നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടേബിൾസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കളർ കോഡിംഗ് ആണ്. പിന്നെ കാറ്റഗറീസ്, ടെക്നിക്സ് പഠിക്കാം. ഇൻസിനറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കാറ്റഗറി ആ ഒറ്റ ടേബിളിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കളർ കോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേബിളിന്റെ അകത്ത് ഞാൻ കാറ്റഗറീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ ഡംപ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഡസ്റ്റ്ബിന്നിലെ കളറിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്സും കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ കൂടെ ഇൻസിനറേഷൻ ആണെങ്കിൽ ഇൻസിനറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടേബിൾ എന്തായാലും നന്നായിട്ട് നോക്കുക, പഠിക്കുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.